നമസ്കാരം. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ കാമിക ഏകാദശിയെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഹരിവാസര സമയം, പാരണ സമയം തുടങ്ങിയവ അറിയാനായി വീഡിയോ മുഴുവനായും കാണുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഈ ഏകാദശി മാഹാത്മ്യം കേൾക്കുന്നത് പോലും വാജ്പേയ യജ്ഞത്തിൻ്റെ ഫലം നൽകുന്നു എന്നാണ്. എല്ലാ ഏകാദശികളുടെയും മാഹാത്മ്യ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായാണ് വിവരിച്ചിരിക്കുന്നത്. ഈ കഥയും അങ്ങനെ തന്നെ. നാരദ മഹർഷി ബ്രഹ്മാവിനോട് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ മാഹാത്മ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇത്. ബ്രഹ്മാവ് പറഞ്ഞു, ആരാണോ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അവർക്ക് ഗംഗാസ്നാനം ചെയ്ത പുണ്യം, അതുപോലെ തന്നെ കാശിയിൽ ദർശനം നടത്തിയ പുണ്യവും ലഭിക്കുന്നു. അതുപോലെ ഏതൊരാളാണോ മുൻജന്മങ്ങളിലെയും ഈ ജന്മത്തെയും പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നത് അവർ ഈ വ്രതം എടുക്കുക. ഈ വ്രതം എടുക്കുന്നവർ ശുദ്ധമായ ശരീരത്തോടൊപ്പം ശുദ്ധമായ ഒരു മനസ്സും കാത്തുസൂക്ഷിക്കേണ്ടതാണ്. ദേഷ്യം, കാമം, അത്യാഗ്രഹം, അഹങ്കാരം തുടങ്ങിയവ മനസ്സിൽ വരാതിരിക്കാനായി ശ്രദ്ധിക്കണം. ഭഗവാൻ വിഷ്ണു പറഞ്ഞത്, ഈ വ്രതം ആരെടുക്കുന്നുവോ അവർക്ക് ഗംഗ, കാശി, പുഷ്കരണി, നൈമിശാരണ്യ തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത പുണ്യം ലഭിക്കുന്നു എന്നാണ്. അതുപോലെ സ്വർണം, വെള്ളി, ഭൂമി തുടങ്ങിയവ ദാനം ചെയ്തതോ ഗോദാനം ചെയ്തതോ ആയ പുണ്യവും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നു എന്നാണ്. ഏകാദശി ദിനത്തിൽ രാത്രി ഉറങ്ങാതെ വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ യമലോകത്തെയും മറ്റു ദുർഘടങ്ങളെയും ഭയക്കാതെ നേരിട്ട് വിഷ്ണുലോകം പോകാനാകുമെന്നാണ്. ഈ വ്രതം എടുക്കുന്നതിലൂടെ ബ്രഹ്മഹത്യാ പാപം പോലും തീരുന്നു എന്നാണ് വിശ്വാസം. ഇത്രയും മഹത്തരമായ ഈ വ്രതം മറ്റ് ഏകാദശി വ്രതങ്ങൾ പോലെ തന്നെ തലേന്ന് ദശമി നാളിൽ ഒരിക്കലൂണോടുകൂടി ആരംഭിക്കാം. ഏകാദശി ദിനത്തിൽ ഉപവാസമായോ ഫലങ്ങളും പാലും ഭക്ഷിച്ചോ വെള്ളം മാത്രം കുടിച്ചോ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ്. പിറ്റേന്ന് ദ്വാദശി നാളിൽ രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഏകാദശി ദിനത്തിൽ തുളസീദേവിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. തുളസിയില കൊണ്ട് ഭഗവാന് അർച്ചന നടത്തുന്നതും തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും തുളസിക്ക് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമാണ്. ഏകാദശി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ക്ഷേത്രദർശനം നടത്തുക. സാമാന്യ വ്രതനിഷ്ഠകളായ ബ്രഹ്മചര്യനിഷ്ഠ, എണ്ണ തേച്ച് കുളിക്കരുത്, ധാന്യഭക്ഷണം പാടില്ല, പകലുറക്കം പാടില്ല തുടങ്ങിയവ പാലിക്കുക. കഴിയുന്നത്ര ഹരിനാമങ്ങൾ ജപിക്കുക. ശംഖുചക്ര ഗദാഹാരിയായ ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. ഇത്തവണ വ്രതമെടുക്കേണ്ടത് ജൂലൈ 31 ബുധനാഴ്ചയാണ്. ഏകാദശി തിഥി ജൂലൈ 30 വൈകുന്നേരം 4:45 മുതൽ ജൂലൈ 31 വൈകിട്ട് 3:56 വരെയാണ്. ഹരിവാസര സമയം ജൂലൈ 31 രാവിലെ 9:55 മുതൽ രാത്രി 9:49 വരെയാണ്. പാരണ സമയം ഓഗസ്റ്റ് 1 വ്യാഴാഴ്ച രാവിലെ 6:14 മുതൽ 8:38 വരെയാണ്. പാപശാന്തി നൽകുന്ന ചാതുർമാസങ്ങളിലൊന്നായ ശ്രാവണ മാസത്തിലെ പുണ്യകരമായ ഈ ഏകാദശി ഏവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.